ചരിത്ര ആഖ്യായികകൾ തന്നെയാണ്. കാരണം ഒരു മനുഷ്യൻ ചരിത്രത്തിൻ്റെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം ചരിത്രത്തിൻ്റെ ഒരു ധാരകൾക്കൊപ്പമാണ് മുന്നോട്ട് നീങ്ങുന്നത്. തീർച്ചയായിട്ടും വാർത്തയുടെ ഹൃദയരാഗങ്ങൾ എന്ന പി.എ. അലക്സാണ്ടറുടെ ഈ ഒരു പുസ്തകവും ഒരു പത്രപ്രവർത്തകൻ്റെ ജീവിതം പറയുന്ന ഈ ഒരു പുസ്തകവും അത്തരത്തിൽ ഒരു ചരിത്രത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു പുസ്തകമാണ്. 5 പതിറ്റാണ്ടുകളോളം മലയാള മനോരമ പത്രത്തിലും പിന്നീട് മറ്റ് പല പത്രങ്ങളിലും ഇപ്പോൾ തൻ്റെ 75 വർഷത്തെ ജീവിതത്തിൽ ഇപ്പോൾ നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾക്കുമെല്ലാം പ്രവർത്തിക്കുന്ന പി.എ. അലക്സാണ്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുകയാണ് വാർത്തയുടെ ഹൃദയരാഗങ്ങൾ എന്ന ഈ ഒരു പുസ്തകത്തിലൂടെ. പത്രപ്രവർത്തനം എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ നീതിബോധത്തെക്കുറിച്ച്, അതിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പൗരൻ്റെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാം ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പത്രപ്രവർത്തകനാവുമ്പോൾ അവൻ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്. സാധാരണ കഴിഞ്ഞ 60കളും 70കളും 80കളും 90കളും എല്ലാം പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും സമ്പുഷ്ടമായ ഒരു കാലമായിരുന്നു എന്ന് പറയാം എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുമുണ്ട്. അതിനുശേഷമുള്ള ഒരു കാലഘട്ടം, 2000-ന് ശേഷമുള്ള പത്രപ്രവർത്തന കാലഘട്ടം അല്ലെങ്കിൽ പത്രധർമ്മം എന്ന് പറയുന്നതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് എവിടെയും എങ്ങനെയും വാർത്തകൾ സൃഷ്ടിക്കാം എന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നോ, അല്ലെങ്കിൽ അത് ചുറ്റുമുള്ള മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും എല്ലാം ഈ ഒരു കൃതിയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഹൃദയരാഗങ്ങൾ ഒരു പത്രപ്രവർത്തകൻ്റെ ജീവിതവും കാലവും. വാർത്തയുടെ ഹൃദയരാഗങ്ങൾ പി.എ. അലക്സാണ്ടർ. ഇതിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വാർത്തയുടെ ഹൃദയരാഗങ്ങൾ വായിച്ചപ്പോൾ മലയാള പത്രപ്രവർത്തനത്തിന് ആ സുവർണകാലം ഓർത്തുപോയി. 90കൾ കഴിഞ്ഞ് 2000-ലെത്തിയപ്പോഴേക്കും മലയാള പത്രപ്രവർത്തനത്തെ സ്വഭാവവും ശൈലിയും മാറ്റം വന്നു. പി.എ. അലക്സാണ്ടർ 2006-ൽ മനോരമയിൽ നിന്ന് വിരമിക്കുമ്പോൾ വാർത്താവിന്യാസത്തിലും അച്ചടിയിലും മറ്റു സാങ്കേതിക രംഗത്തും ഉണ്ടായ മാറ്റങ്ങൾ അത്ഭുതകരമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനകാലമാണ് മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ സുവർണകാലമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ സുവർണകാലത്തെ ഓർത്തെടുക്കാനുള്ള ഒരു ഉപാധിയായി തൻ്റെ ആത്മകഥയായ വാർത്തയുടെ ഹൃദയരാഗങ്ങൾ പി.എ. അലക്സാണ്ടർ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ വാർത്തയുടെ ഹൃദയരാഗങ്ങളിലൂടെ, തൻ്റെ ആത്മകഥയിലൂടെ പത്രപ്രവർത്തനത്തിൻ്റെ ചരിത്രവും ഒരു കാലഘട്ടത്തിൻ്റെ മാധ്യമധർമ്മവുമെല്ലാം നമ്മളിലേക്ക് എത്തിക്കുകയാണ് പി.എ. അലക്സാണ്ടർ.